ഇന്ന് ഒരു സ്വലാത്ത് പരിചയപ്പെടുത്തി തരാം. ഈ സ്വലാത്ത് പലപ്പോഴും നമ്മൾ ചൊല്ലിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ സ്വലാത്ത് അറിയാത്തവരും ഉണ്ടാകും. ആ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും ഇതിൻ്റെ പ്രതിഫലങ്ങൾ 10 എണ്ണമുണ്ട്. ആ 10 പ്രതിഫലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് മനഃപ്പാഠമാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, പ്രത്യേകിച്ച് നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ ഇറക്കാൻ പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ് മുത്തുനബിയെ സ്നേഹിക്കാനുള്ള അവസാനം ആ റസൂലിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലെ 7ാമത്തെ രാവാണ് ഇന്നത്തെ ഈ ദിവസം. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിലും ഒരു സ്വലാത്ത് നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ, ഈ സ്വലാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സ്വലാത്തിന് 2 പേരുണ്ട്. ഒരു പേരെന്ന് പറഞ്ഞാൽ സ്വലാത്തു നൂറുൽ അബ്സാർ എന്നാണ്. നൂറുൽ അബ്സാർ. മറ്റൊരു പേരും കൂടിയുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ശേഷം പറയാം. അപ്പോൾ ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ എപ്പോഴാണ് ചൊല്ലേണ്ടത്? മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. ഒരു മനുഷ്യൻ അവനിക്ക് രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, രോഗങ്ങൾ മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണെന്ന് തന്നെ പറയാം. ഒരു രോഗമില്ലാത്തവരായ ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകും, ഒരു രോഗം, ഒരു പ്രയാസം ഏതെങ്കിലും ഒരു സമയത്തുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാ രോഗങ്ങൾക്കും ശിഫയായി, അത് ചെറിയ രോഗമാവട്ടെ വലിയ രോഗമാവട്ടെ, രഹസ്യമായ രോഗം പരസ്യമായ രോഗം, ഇത്തരം രോഗം അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ പൈശാചികമാവട്ടെ മാനുഷികമാവട്ടെ പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ, ഹൃദയത്തിലുള്ള രോഗമാവട്ടെ നാവിലുള്ള രോഗമാവട്ടെ കണ്ണിലുള്ള രോഗമാവട്ടെ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലുള്ള വേദനകൾ വിഷമങ്ങൾ, ഇതെല്ലാം മാറാനുള്ള ഒരു ആത്മീയമായ ഒറ്റമൂലി ആത്മീയമായ ഒരു മരുന്നാണ് മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് ഈ ഒരു സ്വലാത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഈ സ്വലാത്തിൻ്റെ എണ്ണം പറയുന്നത്, ഒന്നുകിൽ ഈ ഒരു സ്വലാത്ത് രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് 101 പ്രാവശ്യം, 101 പ്രാവശ്യമോ അല്ലെങ്കിൽ 99 പ്രാവശ്യമോ അല്ലെങ്കിൽ 77 പ്രാവശ്യമോ അല്ലെങ്കിൽ 51 പ്രാവശ്യമോ അല്ലെങ്കിൽ 33 പ്രാവശ്യമോ അല്ലെങ്കിൽ 17 പ്രാവശ്യമോ 11 പ്രാവശ്യമോ 3 പ്രാവശ്യം, ഇതാണ് ആ ഒരു എണ്ണം. ഏറ്റവും അഫ്ളലായത് 101 പ്രാവശ്യമാണ്. ആ 101 പ്രാവശ്യം ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ അവൻ ഇത് ഓതുകയും അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിൽ മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയും ചെയ്താൽ അവൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും അത് ശിഫയാണ് എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ഈ ഒരു സ്വലാത്തിൻ്റെ ശ്രേഷ്ഠതയായി നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നേരെ തന്നെ ഈ സ്വലാത്ത് ചൊല്ലി വെള്ളത്തിൽ ഊതി കുടിക്കലല്ല. അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഫർളായ നിർബന്ധമായ ഒരുപാട് അമലുകളുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തിലെയും നിസ്കാരം അത് നമുക്ക് നിർബന്ധമാണ്. റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. അതുപോലെ തന്നെ സമ്പത്തിൻ്റെ അളവും കൃത്യതയും എത്തിയാൽ അവൻ ഓരോ വർഷവും സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. ഇത്തരം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെയാവണം ഈ സ്വലാത്ത് ചൊല്ലി നമ്മൾ രോഗങ്ങൾക്ക് ശിഫയായി വെള്ളം കുടിക്കേണ്ടത്. ചില ആളുകൾ നിസ്കാരമേ ഇല്ല, നോമ്പില്ല, ഖുർആനോത്തില്ല, ഒരു സൽക്കർമ്മവും ചെയ്യില്ല, എന്നിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നേരെ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളം കുടിക്കും. ഇതൊന്നും കുടിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, 1-2 ദിവസം ചെയ്തിട്ട് ഈ സ്വലാത്തിനെ കുറ്റം പറയുന്നവർ, ഈ സ്വലാത്ത് പറഞ്ഞു തരുന്ന ഉസ്താദുമാരെ കുറ്റം പറയുന്നവരുണ്ട്. അങ്ങനെയാവാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത്, നമുക്ക് എപ്പോഴും അള്ളാഹുവിനോട് ബന്ധമുണ്ടാവണം. അപ്പോൾ ഫർദ് നിസ്കാരവും അതുപോലെ സുന്നത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്വലാത്ത് ഇൻഷാ അള്ളാഹ് ഇനി മുതൽ നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും ആ സമയത്ത് 101 പ്രാവശ്യമോ അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് 101 പ്രാവശ്യം, കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതുകയും ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതി നമ്മൾ കുടിക്കുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ശാരീരിക മാനസിക പൈശാചിക മാനുഷിക അതുപോലെ തന്നെ പ്രത്യക്ഷമായ പരോക്ഷമായ എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു തആല ശിഫാ നൽകുന്നതാണ്. മാത്രമല്ല ഈ ഒരു സ്വലാത്തിന് പറയാൻ പോകുന്ന സ്വലാത്ത് ഒരു പ്രാവശ്യം അവൻ ഓതുകയും അവൻ്റെ 2 തള്ളവിരലുകളുടെ
ഈ നഖത്തിൽ അവങ്ങനെ ഊതുക, ഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ തടവുകയും ചെയ്താൽ, ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം ഓതുകയും നമ്മുടെ രണ്ട് തള്ളവിരലിൽ ഊതി ഈ സ്വലാത്ത് ഓതുകയും ഷ്ഫി എന്ന് പറഞ്ഞ് ഊതുകയും കണ്ണിൽ ഇങ്ങനെ തടവുകയും ചെയ്താൽ കണ്ണ് സംബന്ധമായ രോഗങ്ങൾ, അതായത് കണ്ണിൽ ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ണിൽ കേടെന്ന് പറയുന്ന, കണ്ണിങ്ങനെ ചുവന്നു വരികയും അതുപോലെ കണ്ണിലിങ്ങനെ ചൊറിച്ചിൽ, അങ്ങനെ പല അസ്വസ്ഥതകളുള്ള ഒരു സന്ദർഭമാണ് നമ്മുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഈ ഒരു അസുഖം മാറാൻ ഈ ഒരു സ്വലാത്ത് ബെറ്ററാണ്. മാത്രമല്ല ഇനി ഈ സ്വലാത്തിൻ്റെ ഒരു 10 ശ്രേഷ്ഠത കൂടി പറയാം, എന്നിട്ട് നമുക്ക് ആ സ്വലാത്തിലേക്ക് കിടക്കാം. 10 ശ്രേഷ്ഠതയുണ്ട് ഈ സ്വലാത്തിന്. ഒന്നാമതായി മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ഈ സ്വലാത്ത് ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ അവനിക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കുന്നതാണ്. ഈ ഹൃദയം പ്രകാശിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവൻ ആ ഹൃദയം കൊണ്ട് എന്തെല്ലാം മോശത്തരം ചിന്തിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു തആല പൊറുത്തു തരുന്നതാണ്, അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. രണ്ടാമത്തേത്, ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം അവൻ ചൊല്ലിയാൽ തന്നെ 80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു തആല പൊറുത്തു തരുന്നതാണ്. പാപങ്ങൾ പർവ്വത സമാനമാണെങ്കിലും അല്ലാഹു തആല ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ തന്നെ അവൻ്റെ ചെറുപാപങ്ങൾ പൊറുക്കുന്നതാണ്. മൂന്നാമതായി റഹ്മത്ത്, അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണ ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്നവരെ കാത്തിരിക്കുന്നുണ്ട്. നാലാമതായി ദറജകൾ ഉയരാൻ, പദവികൾ ഉയരാൻ ഈ സ്വലാത്ത് കാരണമാണ്. അഞ്ചാമതായി പറയുന്നു, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ്. പിന്നെയോ ആറാമതായി പറയുന്നത്, കണ്ണേറുള്ളവരുണ്ട്, കണ്ണേറ് കിട്ടിയവരുണ്ട്, സിഹർ ബാധിച്ചവരുണ്ട്, അതുപോലെ തന്നെ കൊതി കിട്ടിയ ആളുകളുണ്ട്. ഇത്തരം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സ്വലാത്ത് കാരണമാണ്. ഏഴാമത്തേത്, മലക്കുകളുടെ കാവൽ ഒരു മനുഷ്യന്, ഈ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനുണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് ജിബ്രീലിൻ്റെ കാവലുണ്ടാകുന്നതാണ്. എട്ടാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ്റെ മരണം ഹുസ്നുൽ ഖാത്തിമയായിരിക്കും, നല്ല മരണമായിരിക്കും. ഈമാൻ കെട്ടി മരിക്കാൻ ഈ സ്വലാത്ത് കാരണമാണ്. ഒൻപതാമത്തേത്, അവൻ്റെ ഹലാലായ മുറാദുകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു തആല അത് ദുനിയാവിലെയും ആഖിറത്തിലെയും അവനിക്ക് നിർവഹിച്ചു കൊടുക്കുന്നതാണ്. പത്താമത്തെ പ്രതിഫലം, നരകത്തെ തൊട്ടും ഖബറിൻ്റെ അദാബിനെ തൊട്ടും പരലോകത്തെ വെപ്രാളങ്ങളെ തൊട്ടും അല്ലാഹുവിൻ്റെ കാവൽ ഉണ്ടാകുന്നതാണ്. ഇത് എക്സ്ട്രാ 10 പ്രതിഫലങ്ങളാണ്. ഏറ്റവും കൂടുതൽ പ്രതിഫലം ഈ സ്വലാത്ത് ചൊല്ലുക പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ്. പൈശാചികമായ ഉപദ്രവത്തിൽപ്പെട്ടതാണ് കണ്ണേർ, സിഹർ, കൊതി എന്നൊക്കെ പറഞ്ഞാൽ കരുനാക്ക്. ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടും. ഇത് 1-2 ദിവസം ചൊല്ലിയിട്ട് ഇതൊന്നും ഒരു ഫലം ഇല്ല കേട്ടോ, അങ്ങനെ പറയാൻ നമ്മൾ ആളായിട്ടില്ല. 1-2 ദിവസം നമ്മൾ ഗുളിക കഴിച്ചിട്ട് പനി മാറുന്നില്ല, ചുമ മാറുന്നില്ല, ഇത് പനി മാറുന്നില്ല, ചുമ മാറുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഗുളിക കഴിക്കാതിരിക്കില്ല, മരുന്ന് കഴിക്കാതിരിക്കില്ല. ഒരു ഡോക്ടർ ഒരു ഡോസ് പറഞ്ഞിട്ടുണ്ട്, അത് ഇത്ര ദിവസം തുടർച്ചയായി 2 ആഴ്ച കഴിക്കണം, 1 മാസം കഴിക്കണം. അത് പൂർണ്ണമായും കഴിച്ചാലാണ് എന്താവുക, നമുക്ക് ആ രോഗത്തിൽ നിന്നുള്ള മുക്തി കിട്ടുക. അപ്പം എന്ത് ചെയ്യുക, ഈ സ്വലാത്തൊക്കെ 1-2 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇതൊന്നും ഒരു പ്രതിഫലം ഇല്ല, ഇതിൻ്റെ ഒരു കൂലിയില്ല, ഇതിൻ്റെ ഒരു പ്രതിഫലനമില്ല എന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് നിത്യമായി ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയോ ഈ സ്വലാത്തിൻ്റെ ഒരു പേര് സ്വലാത്തു നൂറുൽ അബ്സാർ എന്നാണ്. മറ്റൊരു പേരാണ് തിബ്ബുസ്സലാത്ത്. തിബ്ബുസ്സലാത്ത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതാണ് ആ സ്വലാത്ത്? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വലിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി
الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഒന്നുകൂടി പറയാം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അതിൻ്റെ അർത്ഥമെന്ന് നോക്കിയാലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുവേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഞങ്ങളുടെ നേതാവ് ആ മുത്ത് റസൂലിന് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. തിബ്ബിൽ ഖുലൂബ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സകനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വദവാഇഹാ, ആ രോഗങ്ങൾക്കുള്ള മരുന്നായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വആഫിയത്തിൽ അബ്ദാൻ, ശരീരത്തിൽ ബാധിക്കുന്ന രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വശിഫാഇഹാ, ആ ശരീരത്തെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് ശിഫ നൽകുന്ന മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വനൂരുൽ അബ്സാർ, നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വദിയാഇഹാ, ആ കണ്ണുകൾക്ക് പ്രകാശവുമാകുന്ന ആദരവായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, അവിടുത്തെ കുടുംബത്തിനും, നബി തങ്ങൾക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാർക്കും ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇൻഷാ അല്ലാ ഈ സ്വലാത്ത് ഇപ്പോൾ തന്നെ ഒരു 7 പ്രാവശ്യം ചൊല്ലാം. എല്ലാവരും കൂടെ ചൊല്ലുക, എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ ദുആ കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വദിയാഇഹാ
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അപ്പോൾ ഈ സ്വലാത്ത് ഇത് നമുക്കറിയാവുന്ന സ്വലാത്താണ്. തിബ് സ്വലാത്ത് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ ഇതിനേക്കാൾ ഇപ്പം നമ്മൾ ഓതിയതിനേക്കാൾ ഒന്നോ രണ്ടോ വാക്കുകൾ ചേർത്തും പല ഉലമാക്കളും ഈ തിബ് സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു രൂപമാണ്. ഇത് ചൊല്ലിയാലും മതിയാകുന്നതാണ്. അപ്പോൾ ഈ തിബ് സ്വലാത്ത് നൂറുൽ അബ്സാർ ഇത് മറന്നു പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഈ ഒരു ദുആ, അതായത് എപ്പോഴും ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ പോലും അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് തട്ടിക്കളയില്ല. അല്ലാഹുവിന് തട്ടിക്കളയാൻ പറ്റുകയില്ലാത്ത രൂപത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്താൽ, ആ നബിയെ മുൻനിർത്തി നമ്മൾ ദുആ എന്നാൽ അള്ളാഹു സ്വീകരിക്കാതിരിക്കോ? ഇല്ലല്ലോ. കാരണം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഹബീബിനെയാണ്. ആ ഹബീബ് കാരണമാണ് ഈ ലോകം മുഴുവനും അള്ളാഹു തആല സൃഷ്ടിച്ചത്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നബി തങ്ങളെ പറ്റി പറയുന്ന ഈ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമ്മൾ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക. ദുആക്ക് മുമ്പ് ഈ സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മൾ ദുആ രക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ഒരുപാട് ദുആ വസിയത്ത്, ഒരുപാട് പേരാണ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, ചിലപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പേ അവരെന്ത് ചെയ്യും, ദുആ വസിയത്ത് എഴുതാൻ തുടങ്ങും. കാരണം അത്രമാത്രം വിഷമങ്ങളുള്ള ഒരുപാട് ഉപ്പമാരും ഉമ്മമാരുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു വീഡിയോ തന്നെ തികയില്ല. ഒരുപാട് പ്രയാസങ്ങളാണ്. അള്ളാഹു എല്ലാം അറിയുന്നവരാണ്. പടച്ചവൻ എല്ലാ പ്രയാസങ്ങളും എല്ലാവരുടെയും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ നൽകട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.